ഹായ്. ഇന്ന് നമ്മുടെ ചാനലിൽ ആരാ നോക്കൂ, അപ്പോ എല്ലാവർക്കും ആദ്യം തന്നെ മെരി ക്രിസ്മസ്. ഇന്ന് December 25th ക്രിസ്മസ്. പക്ഷെ ഈ വ്ലോഗ് ഇറങ്ങുന്നത് നമുക്ക് അടുത്ത വർഷമായിരിക്കും. കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, എനിക്കറിയില്ല. എന്തൊക്കെ വന്നാലും നമ്മൾ ക്രിസ്മസിന്, അതായത് ഒരു ക്രിസ്മസ് ടൈം, ന്യൂ ഇയർ ടൈമിൽ നമ്മൾ ഒരിക്കലും ഇനി ഫോർട്ട് കൊച്ചി പോവില്ല എന്ന്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വിധി മാറി വന്നു. വിധി മാറ്റിമറിച്ചത് ആരാന്നറിയാം? എൻ്റെ പുറയിലിരിക്കുന്ന ഈ പച്ച ഡ്രസ് ഇട്ടിരിക്കുന്ന ഈ കുമാരി. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. അമ്മയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ ആഗ്രഹം. ഞാൻ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പോയത് കഴിഞ്ഞാണ്. അമ്മയ്ക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം, എന്നാൽ അമ്മയ്ക്കും കൂടി അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പോവാണ്. സത്യം പറയാലോ, ഇന്നലെ ഞങ്ങൾ പ്ലാൻ ഇട്ടു ഇതേപോലെ ഫോർട്ട് കൊച്ചി പോകണം എന്ന്. ഇന്നലെ നൈറ്റാണ് ഞാൻ അറിയുന്നത് ഇന്നാണ് ആ ദിവസം, ഇന്ന് മാത്രമാണ് ആ ദിവസം ഫോർട്ട് കൊച്ചിയിൽ ഇന്ന് ആ ട്രീയിൽ ലൈറ്റ് എടുത്ത ദിവസമാണ്. ഞാൻ ഇന്ന് വരെ അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് ആ ട്രീ, ആ ഒരു ഡേ ലൈറ്റ് ഓൺ ചെയ്യുന്ന ആ ഒരു ഡേ ഇന്നവരെ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് അമ്മ. കാരണം അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ടെൻഷനും ഉണ്ട്. കാരണം നല്ല ക്രൗഡ് കാണും. അപ്പോൾ ഞാൻ അമ്മയും കൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾക്കറിയാം, അമ്മയും കൊണ്ട് എവിടെയെങ്കിലും ക്രൗഡിൻ്റെ ഇടയിൽ പോയിക്കാൻ അമ്മ മിസ്സാണ്. കഴിയണ ബ്രോഡ്വേയിൽ പോയിട്ട് അമ്മ പോയ വഴി എനിക്കറിയത്തില്ല. കാരണം എന്തെങ്കിലും കട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആദ്യം ഞാൻ തപ്പി പോകുന്നതാ, പറയത്തില്ല, അതിൻ്റെ കൂടെ അങ്ങ് പോയിക്കോളും. അതുകൊണ്ട് ഈ തവണ ഇത്ര ക്രൗഡിൻ്റെ ഇടയിൽ എങ്ങനെ എനിക്ക് അമ്മയെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നോക്കാം നമുക്ക്. ഓവർ ക്രൗഡഡ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊന്നും കയറാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ എന്നാലും ആ ട്രീ, കാരണം ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ പോളൊക്കെ കിടക്കുന്നു. ഈ വർഷം ഏത് കളറാന്നൊക്കെ അറിയുമോ എന്നൊക്കെ. അത് പോളിനകത്ത് കിടപ്പുണ്ടായിരുന്നു, യെല്ലോ ആയിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ ചാടിയേ. അപ്പോൾ ഇന്ന് നമ്മൾ കാറിലല്ല പോട്ടെ, അതായത് നമ്മളിപ്പോൾ കാറിലാണ്. പക്ഷെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എവിടെയായിരുന്നു? ഹൈക്കോർട്ടിൽ നിന്നും നമുക്ക് വാട്ടർ മെട്രോ ഉണ്ട്. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. കാർ കൊണ്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഇന്നെങ്ങും നമ്മൾ അവിടെ എത്തില്ല. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയത് നമുക്ക് ഹൈക്കോർട്ടിൽ കാർ വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വാട്ടർ മെട്രോയിൽ പോകും. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറയുകയും ചെയ്തു, ഫോർട്ട് കൊച്ചിയിൽ ക്രിസ്മസ് ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ക്രിസ്മസിന് അന്നാണ് എല്ലാ ലൈറ്റ്സ് ഓൺ ആവുള്ളൂ. ഈ പറയുന്ന പോലെ ന്യൂ ഇയർ ക്രിസ്മസ് ആംബിയൻസും അതിൽ പ്രോഗ്രാംസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്നാന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇതൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണ്ടോ. ഞാൻ ഇന്ന് ഇവിടെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പോയി മേടിച്ച ഡ്രസ്സാണ് കൈ കഴിക്കുന്നത്. ഒരു ജംസ്യൂട്ടാണ്, നോക്കൂ, കുട്ടി കുട്ടി ജംസ്യൂട്ട്. ഞാൻ റെഡ്, അമ്മ ഗ്രീൻ. ക്രിസ്മസ് കോംബോ അല്ലേ, കൊള്ളാം അല്ലേ അമ്മ? അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നല്ല ട്രാഫിക് ഉണ്ട്. എന്നാണെങ്കിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് കാറൊന്നും ഫോർട്ട് കൊച്ചിയിൽ പോകാൻ പറ്റില്ല, അത്രയും നല്ല ട്രാഫിക് ആയിരിക്കും, അതുകൊണ്ട് വാട്ടർ മെട്രോയിൽ പോകുമ്പം അധികം തിരക്ക് കാണില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ 5 മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. കാരണം 7 മണിയാണ് ട്രെയിക്ക് ലൈറ്റ് ഓൺ ചെയ്യുക. സോ ഞാൻ വിചാരിച്ചു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുകയും ചെയ്യും, 5 മണിക്ക് ഇറങ്ങിയാൽ മതിയല്ലോ എന്നത്തേയും നോക്കി എൻ്റെ കിളി പറഞ്ഞു. ഹൈക്കോർട്ടിൽ ഞങ്ങൾ എത്തി നിന്ന ക്യൂ ആണ് ഇത്. എന്തോരം തിരക്കായിരുന്നെന്ന് അറിയാവോ. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് ചെന്നാലും വീണ്ടും കുറേ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 5 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തി. നല്ല വെയിലും ചൂടും എല്ലാം ഉണ്ടായിരുന്നു. ക്യൂ പെട്ടെന്ന് കഴിയും എന്ന് വിചാരിച്ചു. സത്യം പറയില്ല, 8 മണിയായപ്പോഴാണ് നമുക്ക് വാട്ടർ മെട്രോ കിട്ടിയത്. നമ്മളവിടെ എന്തായാലും ഒരുപാട് നേരം ഞങ്ങൾ നിന്നു. ഈ 8 മണിക്ക് മെട്രോ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ അവിടെ ഓൺലൈൻ സ്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കാൻ. അത് എത്ര നോക്കിയിട്ടും ഈ ടെക്നിക്കൽ ഇഷ്യൂസും സെർവറിൻ്റെ ഇഷ്യൂസും കാരണം നമുക്ക് ഓൺലൈനിൽ നിന്ന് പേയ്മെൻറ്റും ലൈക്ക് ഓൺലൈനിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. മേ ബി ഇത്രയും ക്രൗഡ് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. സത്യം പറയല്ല, അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ അമ്മയാണെങ്കിൽ ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന രീതിയില്ല. കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്, അമ്മ ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിലേ ആവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല.
പക്ഷെ അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ആദ്യം ഫുഡ് കഴിക്കണം എന്ന് തന്നെയായിരുന്നു. നമുക്ക് എങ്ങനെയും ഫുഡ് കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറയില്ല, നമ്മൾ 5 മണി തൊട്ട് 8 മണി വരെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ആ വാട്ടർ മെട്രോ കിട്ടിയതിന് സന്തോഷമാണ് ഞാനും അമ്മയും കൂടി ഓടുന്നത്. അതിനകത്ത് കയറിയപ്പോഴും നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്ന റൈഡാണ് കിട്ടിയത്. ഇതിന് ശേഷം വാട്ടർ മെട്രോ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോർട്ട് കൊച്ചിയിലേക്ക്. അമ്മയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു വാട്ടർ മെട്രോയിലെ ട്രാവൽ. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഞങ്ങൾ നടന്നത് കേട്ടോ. പിന്നെ ഒരു ചേട്ടനടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ മോൾ ഇങ്ങോട്ടല്ല തിരിച്ചാണ് നടക്കേണ്ടതെന്ന്. ഫൈനലി നമ്മൾ 8:15 നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തി കേട്ടോ. അമ്മ എന്തേ? അമ്മ മിസ്സായത്. ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് നേരെ നോക്കുന്ന റെസ്റ്റോറൻ്റാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണ്. ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ സ്ലോട്ട് ബുക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നിന്നുള്ള കുറേ ക്യൂ നിൽക്കണം. അപ്പം നമുക്ക് അത്രയും നിൽക്കാനുള്ള ക്ഷമയില്ല അമ്മയ്ക്കും. നേരത്തെ പറഞ്ഞല്ലോ അമ്മ ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നടന്ന് വന്നപ്പോഴത്തേക്ക് ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഫുഡ് തൽക്കാലം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയ്ക്ക് വയ്യാന്നുണ്ടെങ്കിൽ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാമെന്ന്. അമ്മ പറഞ്ഞില്ല കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ഇറങ്ങി, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ക്രിസ്മസ് ഒക്കെ കണ്ട് നമുക്ക് അവിടെ പോയി നോക്കിയിട്ടൊക്കെ തിരിച്ച് പോയാൽ മതി, ഇങ്ങനെയൊക്കെയല്ലേ, ഇതൊക്കെ ലൈഫിലൊരു എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഫുൾ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഫുൾ പവറായിരുന്നു. എന്താണെന്നറിയാം, സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു. പക്ഷേ അമ്മയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അമ്മ ഫുഡ് കഴിച്ചപ്പോൾ കുറച്ചൊന്നും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ടയേർഡായി 9:15 ടയേർഡായി. ഫുഡ് ഓക്കെ ആയിരുന്നു. ഞാൻ ആകെ ഡള്ളായല്ലേ. ഫുഡ് കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ട്രീ കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് മനസ്സിലായത് ആ സത്യം. ട്രീ അവിടെയല്ല, അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം ഉണ്ട് എന്ന്. അത് മനസ്സിലാക്കി ഞാൻ അമ്മയെന്ന് വിചാരിച്ചെന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോർട്ട് കൊച്ചി ആ ഒരു ഏരിയ നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം, എല്ലാം കാണാൻ നടക്കാം. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അമ്മയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അതിൻ്റെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, അമ്മ ഞാനിവിടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ഡ്രസ്സിൽ ഇന്ന ലൊക്കേഷനിൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ നടന്ന് അമ്മയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രസമായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. അമ്മ ഭയങ്കരമായിട്ട് നടന്നു. ഞാൻ വിചാരിച്ചു അമ്മ ടയേർഡാവുന്നു, പക്ഷെ അമ്മയാണ് ബാ നമുക്ക് നടക്കാം, ബാ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയായിരുന്നു എൻ്റെ ഫുൾ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ പവർ ബാക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സംഭവം കൂടി കണ്ടിട്ട് ഈ ലേസർ ലൈറ്റ്സ് എനിക്കിത് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ നൊസ്റ്റ് അടിച്ചു, കാരണം എനിക്ക് കൊച്ചിയിലുണ്ടായിരുന്നു. ഞാൻ അത് കണ്ട് ഞാൻ അതും വാങ്ങി. ഞാനും അമ്മയും കൂടി ഒരു ഫാൻസി ഷോപ്പിൽ വന്നിരിക്കുകയാണ്. എനിക്കിവിടെ വന്നപ്പോൾ ഒരു മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടല്ലേ? ഞാൻ കിട്ടിയ ഗ്യാപ്പിന് ഫാൻസി സ്റ്റോറിൽ കയറിയപ്പോൾ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു. കാരണം നേരത്തെ ഫുഡ് കഴിച്ച് ലിപ്സ്റ്റിക്ക് അങ്ങ് പോയി. ലിപ്സ്റ്റിക്ക് വന്നപ്പോൾ ഫേസിലൊരു ഗ്ലോ, ഇൻസ്റ്റൻറ്റ് ഗ്ലോ വരും. എനിക്കെന്താ ലിപ്സ്റ്റിക്ക് പക്ക കോൺഫിഡൻസ് വരുന്നൊരു സംഭവമാണ്. നമുക്ക് ആർക്കില്ല അങ്ങനെ ഉണ്ടോ? വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മതി. നടന്ന് നടു പൊന്ന ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു ജേണി ജീവിതത്തിൽ മറക്കില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം അങ്ങനെയായിരുന്നു, മാരകമായ ദിവസമായിരുന്നു. എനിക്കറിയില്ല ഇതിനകത്ത് അധികം വീഡിയോസ് കിട്ടിയിട്ടുണ്ടോയെന്ന്, പക്ഷേ ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു. കാരണം എനിക്ക് നാളെ കുറച്ചല്ലെങ്കിൽ കാണണം. ഞാൻ ഇത്രയും സ്ട്രീം ചെയ്ത് ഇത്രയും നേരം ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫോർട്ട് കൊച്ചി വരാം. കാരണം എല്ലാ തവണ ഫോർട്ട് കൊച്ചിയിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്, പക്ഷെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഇനി ആവാം, ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. സോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഫോർട്ട് കൊച്ചി വരുന്നത്. സോ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഞാൻ ഇറക്കിയേ പറ്റും. കിട്ടിയ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നുണ്ടോ. ഈ അകത്തെ പാർക്ക് ക്ലോസ്ഡ് ആണ്, അപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണ് സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇന്നത്തെ ദിവസം മറക്കും അമ്മ? പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. ഇപ്പം പിക്ക് ചെയ്യാൻ നമുക്ക് കാർ വരും. ഇനി നമുക്ക് കാറിൽ നടക്കാൻ വയ്യ, സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് നമ്മളിനി കാറിൽ നമുക്കിനി മറ്റേ ട്രീയിൽ പോകാം. ട്രീയിൽ ലൈറ്റ്സ് ഇട്ടേക്കുന്നതാണ്. യെല്ലോ ലൈറ്റാണെന്ന് ഞാൻ പറയുന്നത് കേട്ടോ.
സോ പോയി കാണാം. ഞാൻ ഇതുവരെയായിട്ട് ഇൻസ്റ്റയിൽ അടിച്ചു വരെ നോക്കിയില്ല കേട്ടോ. കാരണം ഇൻസ്റ്റയിൽ കണ്ടത് നമുക്ക് ആ ഒരു അവിടെ ചെന്ന് കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു വൈബ് പോകും. പിന്നെ അവിടെ ചെന്ന് നേരിട്ട് പോയി കാണും. മമ്മി കഴിച്ചോടാ, ക്ഷീണിച്ചൊരു വഴിയായി. വണ്ടി തടഞ്ഞു, വണ്ടി ഇനി മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞു. സോ ഇനി ഞാനും അമ്മയും നടക്കുകയാണ്. ഇവിടെ നിന്ന് 500 മീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് വേളി ഗ്രൗണ്ടിലാണ് കേട്ടോ. ഇവിടെയാണ് ക്രിസ്മസ് ട്രീ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇത്രയും ജനങ്ങളെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം പല നാട്ടിൽ നിന്ന് ആൾക്കാർ ഈ ഒരു ട്രീ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ട്രീ ഉണ്ടല്ലോ, ഏഷ്യയിലെ ലാർജസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഏകദേശം 200 വർഷം പഴക്കമുണ്ട് ഈ ഒരു മരത്തിന്. സത്യം പറഞ്ഞാൽ ഇതൊരു അത്ഭുതമല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാ മരങ്ങളും മുറിച്ച് കളയാണ് ബിൽഡിങ് പണിയാനും വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോഴും ആ ഒരു മരം നിലനിർത്തുക എന്ന് പറയുന്നത് നിസ്സാരക്കാർ അല്ലേ. അത് ഫോർട്ട് കൊച്ചിക്കാരെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ ദേ അമ്മ ആസ് യൂഷ്വൽ എവിടെയെങ്കിലും ഒരു കമ്മൽ വിൽക്കുന്ന കട കണ്ടതിനാൽ അമ്മ അവിടെ കയറും കമ്മൽ നോക്കും. പക്ഷെ മേടിക്കത്തൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറി നോക്കും. ആൾക്കൊരു സന്തോഷമാണ്. നേരത്തെ ഒരു സ്റ്റോറി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയ തക്കത്തിന് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടു എന്ന്. അത് എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്ത് മിറർ നോക്കി ഇട്ടു എന്നാട്ടോ. ഞാനിപ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റ് കണ്ടേ. നമ്മളിവിടെ നല്ല ബ്ലോക്കിൽ പെട്ടിരിക്കുക ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ. 12 മണിയാവുന്നു. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇനി നമ്മൾ നാളെ വീട്ടിലെത്തുള്ളൂ. 12 മണി ഞാൻ നേരത്തെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ഇന്ന് ഫോർട്ട് കൊച്ചി പോകും, അപ്പൊ നാളെ കാണാമെന്ന്. കറക്റ്റ് 12 മണിയായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എടുക്കാം. യെസ്, ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു വീടിന്റെ ഗേറ്റ് ഞാനിങ്ങനെ ഒന്നാമത് ബ്ലോക്കിൽ വിട്ട് ഷോക്ക് അടിച്ചിരിക്കുമ്പോൾ ആ ഗേറ്റ് ഉണ്ട്. നിങ്ങൾ പറയട്ടോ, ആ ഗേറ്റ് കണ്ടിട്ട് എന്തിനാണ് ആ ഗേറ്റ് വെച്ചത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾ കണ്ടിട്ട് പറയട്ടോ ആ ഗേറ്റ് എന്താണ് ആ വെച്ചവർ ഉദ്ദേശിച്ചത് എന്ന്, എന്തിനു വേണ്ടിയാണ് ആ ഗേറ്റ് വെച്ചത് എന്ന് നിങ്ങൾ കമന്റിൽ പറയുക. നമ്മളങ്ങനെ ആ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരെല്ലാരും പറയാം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ഉണ്ടായത്. അതിനൊരു ഭാഗം നമുക്കാവാൻ പറ്റിയതിൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. എന്റെ സൗണ്ട് പോയിട്ടോ. അപ്പോ ഇത് ഓരോരുത്തരും ഇറങ്ങി കഴിഞ്ഞാൽ നടക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ സത്യം പറയാല ഈ ഇന്നത്തെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാത്ത ഒരു ക്രിസ്മസ് ആണ്. ഭയങ്കര എന്തോന്നറിയത്തില്ല, ഒരു മരം കാണാൻ വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഒരു പരിപാടി ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷെ കൊള്ളാം. ഭയങ്കര ഈ പറയുന്ന ഹെക്റ്റിക് ആയിരുന്നു. നല്ല ബോഡി പെയിൻ ഉണ്ട്, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ ഹാപ്പിയാണ് അല്ലേ അമ്മ? ഹാപ്പിയാണ്. ഒരു ഹാപ്പി എൻഡിങ് ക്രിസ്മസ് ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു, ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്തായാലും ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോവാ, ഇന്നത്തെ ദിവസം തിരിച്ചു വരത്തില്ല, നാളെ വരത്തുള്ളൂ. അത് ഇങ്ങനെ ഇവിടുന്ന് റൈറ്റ് അത് ഇങ്ങനെ നടക്കും എന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ക്രിസ്മസ് വ്ലോഗ് ക്രിസ്മസ് 25th മാത്രമല്ല 26th കൂടെ കുറച്ച് ക്ലിപ്സ് ആഡ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ബൈ. ഭയങ്കര ടയേർഡാണ്. അത് മാത്രമല്ല മാപ്പ് നോക്കണം. കാരണം ഇവിടെ ഉള്ള എല്ലാ ചേട്ടന്മാരും ഈ പറയുന്നത് എല്ലാണ് കിളി പോയിരിക്കുക. അതുകൊണ്ട് ചിലവർ പറയും മാപ്പിൽ ലെഫ്റ്റ് ആണെങ്കിൽ ഇവർ പറയും ലെഫ്റ്റ് ബ്ലോക്കാണ്, റൈറ്റ് എടുക്കുന്ന പറയും. റൈറ്റ് എടുക്കുമ്പോൾ വഴി തെറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ഏകദേശം മാപ്പില്ലാതെ പറ്റില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ 28th നമ്മൾ ഫോർട്ട് കൊച്ചി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്, സീ യു സൂൺ.